നമസ്കാരം. ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന രാഹുൽ. അച്ഛന്റെ മരണശേഷം അച്ഛന്റെ ബന്ധുക്കളാണ് കിച്ചുവിനെ സംരക്ഷിക്കുന്നത്. പിന്നാലെ കിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്തുവാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ 2 ലക്ഷത്തിന് അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കിച്ചുവിന് ഇപ്പോൾ. യൂട്യൂബ് വരുമാനം കൊണ്ട് പഠനവും ഒരു പുതിയ വാഹനവും ജീവിതത്തിലെ ചിലപ്പോൾ ഒരു ബിസിനസ്സും കിച്ചു ആരംഭിച്ചു കഴിഞ്ഞു. ഭാവി സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കിച്ചു ക്ലോത്തിംഗ് ബ്രാൻഡ് ബിസിനസ്സായി തിരഞ്ഞെടുത്തത്. ലൂപ്സി ബൈ കിച്ചു എന്നാണ് ബ്രാൻഡിന്റെ പേര്. പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടീഷർട്ടുകളാണ് പ്രധാന ആകർഷണം. ആദ്യത്തെ തന്റെ ഡിസൈൻ കഴിഞ്ഞ ദിവസം കിച്ചു റിവീൽ ചെയ്തിരുന്നു. വല്യച്ഛനെയും വല്യമ്മയെയും അച്ഛമ്മയെയും കസിൻസിനെയും ഒക്കെ തന്റെ ഡിസൈൻ കാണിച്ചു കൊടുക്കുന്ന വീഡിയോയും താരം പങ്കുവച്ചിരുന്നു. കിച്ചു സ്വന്തമായി ഡിസൈൻ ചെയ്ത് ഇറക്കിയ ടീഷർട്ടാണെന്ന് അറിഞ്ഞപ്പോൾ സുധിയുടെ അമ്മ സന്തോഷത്തോടെ കിച്ചുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, ഞാൻ പുതിയൊരു ക്ലോത്തിംഗ് ബ്രാൻഡ് തുടങ്ങിയിരുന്നു. വീട്ടുകാരെ ഡ്രസ്സോ ഡിസൈനോ ഒന്നും കാണിച്ചിട്ടില്ല. അവരെ അതൊന്ന് കാണിച്ച് റിയാക്ഷൻ എന്താണെന്ന് കാണാമെന്ന് പറഞ്ഞാണ് കിച്ചു വീഡിയോ ആരംഭിച്ചത്. അടിപൊളി, കൊള്ളാം, നല്ല ക്വാളിറ്റിയാണ്, പ്രീമിയം ക്വാളിറ്റി എന്നൊക്കെയായിരുന്നു വീട്ടുകാർ കിച്ചുവിന്റെ ഡിസൈൻ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്. വാട്സാപ്പ് വഴിയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത്. ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് ഇതിനോടകം തന്നെ നിരവധി പേരാണ് കമന്റ് ബോക്സിൽ എത്തിയിട്ടുള്ളത്. അതേസമയം ചിലർ രേണുവിനെ പോയി കാണാൻ കിച്ചുവിനെ ഉപദേശിക്കുവാനും മറന്നിട്ടില്ല. കിച്ചു മോനെ, അമ്മയുടെ അടുക്കൽ നിൽക്കുമോനെ, അച്ഛനെ ഓർത്ത് പോകണം മോനെ. ഒരാൾക്ക് മോനിലൂടെ ഒരു ആശ്വാസം ഉണ്ടാകുന്നുവെങ്കിൽ അത് നല്ലതാണ്. അമ്മയെ പോയി കാണണം മോനെ, അവർക്ക് അതൊരു സന്തോഷവും ആശ്വാസം ആകുമെന്നും. നന്ദിയില്ലാത്ത മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹവും ത്യാഗവും വിലമതിക്കാനാകാറില്ലെന്നും. എങ്ങനെ പോയി കാണും? കിച്ചു രേണുവിനെ എന്തൊക്കെയാണ് പറഞ്ഞത്? നന്ദിയില്ലാത്ത ചെറുക്കൻ എന്നൊക്കെയായിരുന്നു വിമർശകരും കുറിച്ചത്. കിച്ചുമോനെ, അമ്മയെ പോയി കാണണേ, മനുഷ്യന്റെ അവസ്ഥയാണ്, പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നത് എന്നിങ്ങനെ ഉപദേശിക്കുന്ന കമന്റുകളും ഉണ്ടായിരുന്നു. എന്നാൽ രേണു ഫാൻസിന് മറുപടി നൽകിയത് കിച്ചു ആയിരുന്നില്ല, പ്രേക്ഷകരായിരുന്നു. രേണുവിന് അസുഖം വന്നെന്ന് കരുതി കിച്ചു അവരുടെ അവഗണന അനുഭവിക്കാൻ അവിടെ പോകണം എന്നില്ല. മോനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരെ മൈൻഡ് ചെയ്യേണ്ടതില്ല, അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. നല്ലത് മാത്രം ചിന്തിക്കുക, നന്മയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോവുക. വിമർശിക്കുന്നവർ ഒന്നും വീട്ടിൽ കൊണ്ടുവന്ന് ഒന്നും തരാൻ പോകുന്നില്ല. മോൻ വിഷമിക്കരുത്, ഒരു കാരണവശാലും ഇനി മോശപ്പെട്ട വഴിയിൽ പോകരുത്. കിച്ചുവിന് എതിരെ കിടന്ന് കുരയ്ക്കുന്നവരോട് രേണു കാണിച്ചതുപോലെ ഒന്നും കിച്ചു പോയില്ലല്ലോ. അവന് ചെയ്യാനുള്ള കടമകൾ ചെയ്ത് അവൻ മുന്നോട്ട് പോവുകയാണ്. പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത ഫ്ലവേഴ്സ് ചാനലിനെ മറന്നിട്ടുമില്ല, ആരെയും തള്ളി പറഞ്ഞിട്ടും ഇല്ല. സ്വന്തമായി വരുമാനം വേണമെന്ന് തോന്നിയപ്പോൾ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്രായത്തിൽ ഒരു ബിസിനസ്സും അവൻ സ്റ്റാർട്ട് ചെയ്തു, അത്രയുള്ളൂ. അവൻ അവന്റേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. രേണുവിന്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ടത് ഇല്ല എന്നാണ് രേണുവിനെ പിന്തുണയ്ക്കുന്നവർ കുറിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് രേണു സുധി. അടുത്തിടെയാണ് രേണുവിന് ക്യാൻസർ ആണെന്ന വിവരം പുറത്തുവരുന്നത്. ഊഹാപോഹങ്ങളാണെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഒടുവിൽ അക്കാര്യം രേണു സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചുവെന്നും 3ാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ രോഗം എത്തിയെന്നും രേണു വെളിപ്പെടുത്തുകയുണ്ടായി. 15ാം വയസ്സിൽ വന്നൊരു മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയതെന്നാണ് താരം പറഞ്ഞത്. കീമോതെറാപ്പി ആരംഭിച്ച വിവരമാണ് രേണു ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ശരീരത്തിൽ പിക്ക് ലൈൻ ഇട്ടെന്നും നല്ല വേദനയുണ്ടെന്നും രേണു പറയുന്നുണ്ട്. ശരീരത്തിൽ പിക്ക് ലൈൻ ഇട്ടതിന് നല്ല വേദനയുണ്ട്. വീട്ടിൽ തിരിച്ചെത്തി, മുഖത്തൊക്കെ പാടുകൾ വന്നു തുടങ്ങി, ശരീരത്തിലുമുണ്ട്. ഭയങ്കര വേദനയുണ്ട്. വേദനയുമായി കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ഒന്നുകൂടി പാടാമെന്നും താരം പറയുന്നുണ്ട് എന്നുമാണ് രേണു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പാട്ട് പാടിയ ശേഷം എല്ലാവരോടും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും രേണു പറയുന്നുണ്ട്. നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ രേണുവിന് ആശ്വാസ വാക്കുകളുമായി എത്തുന്നുമുണ്ട്. ചികിത്സയ്ക്കായി തനിക്ക് പണം ആവശ്യമാണെന്നും അതാണ് തെറിവിളികൾ കേട്ടിട്ടും സബ്സ്ക്രിപ്ഷനുമായി മുന്നോട്ട് പോകുന്നതെന്നും രേണു സുധി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. പ്രൈവറ്റ് ആശുപത്രിയിൽ വെച്ച് ഇക്കാര്യം അറിഞ്ഞതിനു ശേഷമാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. എന്നെങ്കിലും ചികിത്സ ആവശ്യമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. നമുക്കാരും ഒന്നും കൊണ്ടുതരാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം സബ്സ്ക്രിപ്ഷൻ ആയാലും യൂട്യൂബ് ആയാലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ.